അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യന് ചിന്താശേഷി അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹ് പറയുന്നുണ്ട്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന്. എന്താണ് ചിന്തിക്കേണ്ടത്? ഡെയിലി 19,000 തോട്ട്സ് ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത്രയും ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും ഹൈലൈറ്റ് ചെയ്യേണ്ടതും എന്തിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം? അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നിങ്ങളെ ചിന്ത കൂടുതൽ കടന്നു പോവേണ്ടത് മരണത്തെക്കുറിച്ചായിരിക്കണം. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നന്മകൾ വിരിയും. കാലത്ത് എഴുന്നേറ്റ ഉടനെ തന്നെ വെറും വയറ്റിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മരണത്തെക്കുറിച്ചാണ്. പ്രൊഡക്റ്റീവായി ഇഫക്റ്റീവായി നാം ഉപയോഗപ്പെടുത്തേണ്ട ആ ടൈം എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വലതുഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞു കിടക്കണം. ആ കിടത്തത്തിൽ അല്ലാഹുമ്മ റബ്ബി ജിബ്രീല മീകായില വ ഇസ്രാഫീല വ അസ്രായില വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിനന്നാർ എന്ന് പറയണം. എന്തിനാണ് അങ്ങനെ കിടക്കുന്നതെന്ന് അറിയോ? നമ്മൾ ഖബറിൽ കിടക്കുന്ന കിടത്തമല്ലേ, ആ ഒരു കിടത്തമാണ്. വലതുഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞിട്ട് ആ ഖബർ ഓർമ്മിക്കാൻ വേണ്ടി, ആ കിടത്തം ഓർമ്മിക്കാൻ വേണ്ടി രാവിലെ തന്നെ വെറും വയറ്റിൽ ആദ്യത്തെ പ്രൊഡക്റ്റീവായ ഇഫക്റ്റീവായ ആ ടൈം ഉപയോഗിക്കുന്നത് മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്. കുന്തും നഹൈത്തുകുമൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നാ തുദക്കിറുൽ ആഖിറ, അത് നിങ്ങൾക്ക് ചിന്ത തരും, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, മഹ്ശറയെക്കുറിച്ചുള്ള ചിന്ത. അതാണ് ചിന്തിക്കേണ്ടത്. ഖബറിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് അതാണ് ചിന്തിക്കേണ്ടത്. നഫീസത്തു ബീവി മഹദി റളിയല്ലാഹു അൻഹ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ ഇറങ്ങി നിന്നുകൊണ്ട് 100 കണക്കിന് ഹത്മ തീർത്തു. വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, വീട്ടിൽ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല. എന്തിനാ ഖബറിൽ ഇറങ്ങിയത്? ഖബറിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഖുർആൻ പാരായണം നടത്തി. പരലോകത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ചുള്ളൊരു ചിന്ത വരാൻ വേണ്ടിയാണത്. ആ ഒരു ചിന്ത അധിക സമയത്തും മനസ്സിലുണ്ടാവണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഫി ഹദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫായി ഖത്താനി അസ്വാദാനി മിൻ ബുക്കായി. സിദ്ദീഖുൽ അക്ബർ അള്ളാഹുവിൻ്റെ കവിൾത്തടത്തിൽ 2 ചാലുകൾ ദൃശ്യമായിരുന്നു. എന്തിനാണെന്നറിയോ? കരഞ്ഞതിൻ്റെ പേരിൽ. എന്തിനാ കരയുന്നത്? അടി കിട്ടിയത് കൊണ്ടല്ല, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷമം ഉണ്ടായത് കൊണ്ടല്ല. മരണത്തെക്കുറിച്ചിട്ട്, പരലോക ജീവിതത്തെക്കുറിച്ചിട്ട് ഭയന്നുകൊണ്ടുള്ള കരച്ചിലാണ്. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കവിളത്ത് 2 ചാലുകൾ കാണാമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ ഖബർവാസികളുടെ കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കരുതണമെന്ന്. അപ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ ആ തോട്ട്സ് പാറ്റേൺ, ആ ചിന്താ രീതി തന്നെ അടിമുടി ചേഞ്ചാക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റു പലതുമാണ് ചിന്തിക്കുന്നത്. ദുനിയാവിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ സമയം നമ്മൾ ചിന്ത കടന്നു പോകുന്നത്. പക്ഷേ അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ കൂടുതൽ സമയം ചിന്തിക്കേണ്ടത് പരലോകത്തെക്കുറിച്ചാണ്. ദുനിയാവിൽ മാക്സിമം 10, 50, 60, 70, 100 വരെ പോവാം, അത്ര കാലം ജീവിച്ചാൽ. പക്ഷെ അതിൽ കൂടുതലും ജീവിക്കുന്നത് എവിടെയാണ്? ഖബറിലാണ്. ഇന്ന് ഖബറിൽ താമസിക്കുന്ന പലരും ദുനിയാവിൽ 50, 60 ജീവിച്ചവരാണെങ്കിൽ ഖബറിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 100, 200, 300, 1000 വർഷമായി പലരും ഖബറിൽ താമസിക്കുന്നു.
അപ്പോൾ കൂടുതൽ കാലം താമസിക്കേണ്ട ആ ഖബറിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ കോഴിക്കോട് ഒരു സഹോദരൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, വണ്ടി സൈഡാക്കി റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ലോറി വന്നിട്ട്, വലിയ ലോറി പിൻചക്രം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയറി. പിന്നെ ക്രെയിന് വന്ന് ലോറി പൊക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി പുറത്തെടുക്കുന്നത്. അതുവരേക്കും അവിടെ തന്നെ. ഈ രീതിയിലുള്ള മരണം എപ്പോഴാണ്, എവിടുന്നാണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, ഏത് കോലത്തിലാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ സദാസമയവും ഉണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ വിരിയും, സുഹൃതങ്ങൾ അധികരിപ്പിക്കും, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധിക സമയം നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് പറഞ്ഞത്. അള്ളാഹു നന്മ ചെയ്യാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.